കൊടുത്തു തീർക്കേണ്ട ബാധ്യതകളിൽ ക്ഷാമബത്ത കുടിശ്ശിക ഇനത്തിൽ 21,670 കോടി രൂപയും ക്ഷാമാശ്വാസ കുടിശ്ശിക ഇനത്തിൽ 14,387 കോടി രൂപയും ബിൽ ഡിസ്കൗണ്ടിംഗ് വഴി ബാങ്കുകൾക്കും കരാറുകാർക്കുമായി നൽകാനുള്ള 3,431 കോടി രൂപയും മാറ്റിവെക്കപ്പെട്ട 9,245 കോടി രൂപയുടെ മറ്റു ബാധ്യതകളും കിഫ്ബിയുടെ 21,000 കോടി രൂപയുടെ വായ്പാ തിരിച്ചടവിൻ്റെ ബാധ്യതയും ധവളപത്രപ്രകാരം വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടാതെ പെൻഷൻ കമ്പനിയുടെ 17,279 കോടി രൂപയുടെ ബാധ്യതയും ചേർത്ത് 2026 മാർച്ച് 31 വരെ ആകെ 87,012 കോടി രൂപയാണ് ഈ സർക്കാരിന് നൽകേണ്ടി വരുന്നത്. ഇതിനു പുറമെ ഏകദേശം 35,000 കോടി രൂപ ചെലവ് വരുന്ന കിഫ്ബിയുടെ പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ടതിൻ്റെ ബാധ്യതയും ഈ സർക്കാരിൻ്റെ ചുമലിലാണ്. സർക്കാർ എടുത്ത വായ്പയുടെ പലിശ നിരക്കിനേക്കാൾ ഉയർന്ന നിരക്കിലാണ് കിഫ്ബി ഓഫ് ബജറ്റ് ബോറോയിങ് വായ്പ എടുക്കുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ വായ്പയും കടബാധ്യതയും അനുവദനീയമായ പരിധിക്കപ്പുറത്തേക്ക് വർദ്ധിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട്. ഇക്കാര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ച് കിഫ്ബിയുടെ നിലവിലെ പ്രവർത്തന രീതി സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് നടപടി കൈക്കൊള്ളുന്നതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശന്റെ ബജറ്റ് അവതരണത്തിന്റെ ചില ഭാഗം, ഒരു പ്രസക്ത ഭാഗമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഇത് കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ 2026 മാർച്ച് 31 വരെ കുടിശ്ശികയാക്കി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളുടെ കണക്കാണ്. അതായത് 87,000-ലധികം വരുന്ന കോടി രൂപയുടെ 87,000 കോടി രൂപയിലധികം വരുന്ന ഒരു വലിയ ബാധ്യത പിണറായി വിജയൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ഇത് നമ്മൾ പ്രത്യേകം മുഖവിലക്കെടുക്കേണ്ടതാണ്. ഇത് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പിണറായി വിജയൻ പറ്റിച്ച പണികളിൽ ഒന്നാണ് ഈ 87,000 കോടി രൂപയിലധികം വരുന്ന വലിയ ബാധ്യത, കുടിശ്ശിക എന്ന് പറയുന്നത്. ആ കുടിശ്ശിക അവിടെ നിൽക്കുമ്പോ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ മലപ്പുറത്തോട് കാണിച്ച അവഗണന, മലപ്പുറം ജില്ലയോട് കാണിച്ച അവഗണന, മലപ്പുറം എന്ന് കേൾക്കുമ്പോ വിജയന്റെ മൂലക്കുരു ഇങ്ങനെ ചൊറിഞ്ഞു പൊട്ടുകയായിരുന്നു. അറിയാത്ത ഭാഷയിൽ ഡൽഹിയിൽ പോയിട്ട് വിജയൻ ഒരു അഭിമുഖം നൽകി. അതിലും വിഷം തുപ്പുകയായിരുന്നു പിണറായി വിജയൻ മലപ്പുറത്തിനെതിരെ. മനസ്സിലായില്ലേ? മലപ്പുറത്തിനെതിരെ ഈ പറയുന്ന അധിക്ഷേപങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിൽ തുടങ്ങി വെച്ചത് അത് പിണറായി വിജയനാണ്. അതിനെ വെള്ളാപ്പള്ളി നടേശനും ഈ കൃമികീടങ്ങളും ഒക്കെ ഏറ്റുപിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അത് അവിടെ നിൽക്കട്ടെ. അപ്പോ മലപ്പുറത്തിനെതിരെ നടത്തിയ ആ ഒരു തികഞ്ഞ അവഗണന നമ്മൾ കണ്ടതാണ്. ആ അവഗണനകൾക്ക് പകരമായിട്ട് UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. ആദ്യ ബജറ്റ്, ഈ ബജറ്റ് എന്ന് പറയുന്നത് ഇത് ഒരു എന്താ പറയേണ്ടത്, ടോട്ടലി ഒരു ഇൻഡിപെൻഡന്റ് ബജറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല. കാരണം ഓൾറെഡി ഈ വർഷത്തേക്കുള്ള ബജറ്റ് ബാലഗോപാലൻ ഉണ്ടാക്കിയിട്ട് പോയതാ. അപ്പൊ ആ ഉണ്ടാക്കിയതിന് ചില പരിമിതികൾ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് ബജറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്ത വർഷം അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് തീർത്തും ഇൻഡിപെൻഡന്റ് ബജറ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പോ കഴിഞ്ഞ 10 വർഷം മലപ്പുറം നേരിട്ട അവഗണന, ആ അവഗണനക്ക് ഒരു വലിയ അർത്ഥത്തിൽ ആശ്വാസമാകുന്ന ഒരു ബജറ്റായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാല് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പില് ഭൂരിപക്ഷത്തിന്റെ കാര്യത്തിൽ മലപ്പുറം ഒന്നാമതെത്തിയപ്പോ അതേ 2026 ധനമന്ത്രിയും മുഖ്യമന്ത്രിയുമായിട്ടുള്ള വി.ഡി. സതീശൻ അവതരിപ്പിച്ച ബജറ്റിലും മലപ്പുറം 1-ാം സ്ഥാനത്ത് എത്തി എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും വളരെ കൃത്യമായിട്ട്. മന്ത്രിസഭയിലെ രണ്ടാമൻ, കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ മണ്ഡലമായ മലപ്പുറം, ആ മലപ്പുറത്ത് ഈ ബജറ്റ് മലപ്പുറത്തിനാക്കി മാറ്റി വെച്ചിരിക്കുന്നത് ചില സുപ്രധാന പദ്ധതികൾ ഞാൻ പറയാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലപ്പുറം താലൂക്ക് ആശുപത്രിയാണ്. ആ താലൂക്ക് ആശുപത്രി സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതുപോലെ മലപ്പുറത്ത് അത്യാധുനിക ക്യാൻസർ സെന്റർ പുതുതായിട്ട്, മലപ്പുറം സിവിൽ സ്റ്റേഷന്റെ നവീകരണം,
അങ്ങാടിപ്പുറം മലപ്പുറം കരിപ്പൂര് ആ പാത 4 വരി പാതയാക്കല്. സ്കിൽ ഡെവലപ്മെന്റ് ട്രെയിനിങ് സെന്റർ മലപ്പുറത്ത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സ്റ്റേഡിയം, മലപ്പുറം കോട്ടപ്പടി ആധുനികവൽക്കരണം, കോട്ടക്കുന്ന് ടൂറിസം വികസനം, കോട്ടക്കുന്നിൽ എന്റർടൈൻമെന്റ് സിറ്റി, മലപ്പുറത്ത് എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, PSC ഓഫീസ് കെട്ടിടം, മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ ലേഡീസ് ഹോസ്റ്റൽ, മേൽമുറി അധികാരത്തൊടി GMUP സ്കൂള് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തല്. ഈ സ്കൂളിന്റെ ചില വീഡിയോകളും ചില വാർത്തകളിൽ വന്ന ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫുള്ളായിട്ട് എയർ കണ്ടീഷൻ ചെയ്ത് ആധുനികവൽക്കരിച്ച ഒരു സ്കൂള്, ഒരു UP സ്കൂൾ, ഗവൺമെന്റ് UP സ്കൂളിന്റെ വാർത്തകളൊക്കെ കഴിഞ്ഞ വർഷങ്ങളൊക്കെ നിങ്ങൾ കണ്ടാവും. അപ്പൊ ആ സ്കൂളിനെ ഇന്റർനാഷണൽ ലെവലിലേക്ക് ഉയർത്താൻ വേണ്ടിയുള്ള ഒരു ഫണ്ട്. അതോടൊപ്പം തന്നെ നഗരസഭ അർബൻ കുടിവെള്ള പദ്ധതി, മലപ്പുറം കോട്ടക്കൽ തിരൂർ റോഡ്, മൊറയൂർ പഞ്ചായത്ത് മിനി സ്റ്റേഡിയം, പൂക്കുളത്തൂർ ടൗൺ സൗന്ദര്യവൽക്കരണം, കോടൂര് ഫാമിലി ഹെൽത്ത് സെന്റർ, കോടൂര് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം, ആനക്കയം PHC കെട്ടിട നിർമ്മാണം, ഒഴുകൂര് GMC UP സ്കൂൾ നിർമ്മാണം. അങ്ങനെ ഈ പറയുന്ന വലിയ രീതിയിൽ അവഗണിക്കപ്പെട്ട, കഴിഞ്ഞ 10 വർഷമായിട്ട് അവഗണിക്കപ്പെട്ട ഈ മലപ്പുറത്തിന്റെ ഒരു വലിയ പരിഗണന കൃത്യമായിട്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ആ അവഗണിക്കപ്പെട്ട ആ മലപ്പുറത്തിന് ഒരു പ്രത്യേക പരിഗണന ഈ ബജറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ കൃത്യമായിട്ട്. ഇപ്പൊ ഈ ബജറ്റിന്റെ വിശദാംശങ്ങളും ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യാനാണെങ്കിൽ ഞാനിപ്പോ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ബജറ്റിലെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടാകും. എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഈ പറയുന്ന കേരളത്തെ നമ്മൾ സ്വപ്നം കണ്ട കേരളമാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വി.ഡി. സതീശൻ ഈ പറയുന്ന ബജറ്റിന്റെ ആരംഭം എങ്ങനെ തുടങ്ങി എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകളുണ്ട്. വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് കേരളത്തിലേക്ക് എത്തിച്ച് അതിലൂടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് സൗഹൃദ നാടാക്കി കേരളത്തെ മാറ്റി അതിലൂടെ വരുമാനങ്ങളിലൂടെ ഈ കേരളത്തെ മുന്നോട്ടെത്തിക്കുമെന്നുള്ളത്. അതിന്റെ ഭാഗമായിട്ട് ഈ എയർപോർട്ടുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പരിപാടി, അതുപോലെ കേരളത്തിലെ തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്ട്, സതീശന്റെ ഡ്രീം പ്രൊജക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരുന്നും വി.ഡി. സതീശൻ കേരളത്തോട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുമെന്നുള്ളത്. അപ്പോ വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ബജറ്റ് വലിയ സാധ്യതകളാണ് നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നത്. പിന്നെ ഈ പറയണ്ടല്ലോ, ബാക്കിയുള്ള പ്രിയദർശിനി ഈ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട് ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്, അങ്ങനെ തുടങ്ങി വലിയ രീതിയിലുള്ള ഏജൻസികളെയും എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു നമുക്ക് പ്രതീക്ഷ നൽകുന്ന, കേരളത്തിന്റെ സാമ്പത്തിക മേഖലയെ ഉണർവേകുന്ന രീതിയിലുള്ള ഒരു ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്കതിനെ പറയാം. അത്തരമൊരു പ്രഖ്യാപനങ്ങളും മാർഗരേഖകളുമാണ് വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയായ ധനമന്ത്രി കേരളത്തിന് മുന്നിൽ വെച്ചിരിക്കുന്നത് വളരെ കൃത്യമായിട്ട്. അപ്പോ മലപ്പുറത്തിന് മാത്രമായിട്ട് നൽകി എന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ. പക്ഷേ മലപ്പുറത്തെ കുറിച്ച് ഞാൻ പറയാൻ കാരണം അത് മറ്റൊന്നും കൊണ്ടല്ല, അത് കഴിഞ്ഞ 10 വർഷമായിട്ട് മലപ്പുറം അവഗണിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. അവിടെ ആ അവഗണന മനസ്സിലാക്കിയിട്ട് ഒരു പ്രത്യേക പരിഗണന മലപ്പുറത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പറയാനാണ്. ഈ പരിഗണന എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. അത് ഇപ്പൊ പറയുന്നു, തിരുവനന്തപുരത്ത് 2ാമത്തെ മെഡിക്കൽ കോളേജ് വരുന്നു, ഹരിപ്പാട് വരുന്നു, അതുപോലെ ഈ കാസർഗോഡ്, മഞ്ചേരി അതുപോലെയുള്ള മെഡിക്കൽ കോളേജുകളുടെ നവീകരണത്തെ കുറിച്ചുള്ള പദ്ധതി വരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഫസ്റ്റ് ഓഫ് ഓൾ സതീശൻ ഇതില് ലക്ഷ്യം വെക്കുന്നത് പണം ഇങ്ങോട്ട് വരുത്താൻ വേണ്ടി, കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ വരാൻ വേണ്ടിയുള്ള പണിയെടുക്കലാണ്. അപ്പൊ അതില് മറ്റൊരു കാര്യം,
വന്നിട്ടുള്ളത് ഒരു എന്താ പറയുന്നത് നോളജ് വാലി. ഈ നോളജ് വാലി അത് വലിയ അർത്ഥത്തിൽ ഇന്ന് എത്രയും പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ദ ഫസ്റ്റ് വൺ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട കാര്യം അതാണ്. കാരണം നമ്മുടെ നാട്ടില് ഈ യുവ തലമുറയിൽ പെടുന്ന നാളെയുടെ വക്താക്കളൊക്കെ നിന്നൊക്കെ നമ്മൾ പറയുന്ന ആളുകള് നമ്മുടെ നാട് വിട്ടു പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അവരുടെ സ്കില്ലുകള്, അവരുടെ പ്രാതിനിധ്യം, അവരുടെ എന്താ പറയേണ്ടത് ജീവിതം അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ വേണം. അപ്പൊ അതിനു വേണ്ടിയുള്ള വലിയ ഒരു പ്രൊജക്റ്റ് ആയിട്ട് ഈ നോളജ് വാലി എന്ന് പറഞ്ഞാൽ വിദേശ യൂണിവേഴ്സിറ്റികളെയും വിദേശ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളെയും ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയുള്ള പണി എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോ വളരെ കൃത്യമായിക്കൊണ്ട് അതോടൊപ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു വിധത്തിലുള്ള നികുതി വർധനവും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഈ പറയുന്ന KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്ര അനുവദിച്ചതിന്റെ ഭാഗമായി പ്രൈവറ്റ് ബസ്സുകാർക്ക് ഉണ്ടാകുന്ന വലിയ രീതിയിൽ ഉണ്ടാകുന്ന ക്ഷീണം തീർക്കാൻ വേണ്ടി അവർക്ക് 3 മാസം കൂടുമ്പോൾ ഉണ്ടായിരുന്ന ഈ പറയുന്ന നികുതി അതിന്റെ പകുതി ശതമാനത്തോളം 50% മൈനസ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. അപ്പോ നികുതി കൂട്ടിയില്ല എന്ന് മാത്രമല്ല, നികുതി കുറച്ചിട്ടാണ് ഈ ബജറ്റ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. വളരെ 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 പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. മനസ്സിലായില്ലേ? ഇന്നലെ ഞാനിപ്പോ ഇത് പറയുമ്പോഴാണ് ഇന്നലെ തോമസ് ഐസക്ക് വലിയ ഞാനെന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ എവിടെ നിന്നാ പണം എന്നൊക്കെ ചോദിച്ച് ഒരു വലിയ ഫേസ്ബുക്ക് കുറിപ്പിട്ടത് ഞാൻ കണ്ടത്. തോമസ് ഐസക്കിനെ കൊണ്ട് ഇക്ഷ ഇമ്മ എന്ന് വരപ്പിച്ചവനാണ് സതീശനെങ്കില് കേരളത്തിലേക്ക് എവിടെ നിന്ന് ഫണ്ട് ഉണ്ടാക്കും എന്നുള്ള കാര്യത്തെ കുറിച്ചും അയാൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളൊരു കാര്യം ആയിരിക്കണം, KSRTC ബസ്സില് 600 കോടി രൂപയാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഈ പറയുന്ന ഫ്രീ യാത്രക്ക് വേണ്ടിയിട്ട്. അത്രയും വലിയ പണം പ്രത്യേകം ചിലവഴിച്ചുകൊണ്ട് ഈ പ്രൊജക്ട് നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ സതീശൻ അറിയാം ഫണ്ട് എവിടെ നിന്ന് വരുത്തണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന തോമസ് ഐസക്ക് വിചാരിക്കും പോലെ തോമസ് ഐസക്ക് അല്ലെങ്കിലും അല്ലെന്നേ മാത്രം പോയിട്ട് ഒരു ചുണ്ണാമ്പുമല്ല, ഞാൻ വലിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാ എന്ന് പറഞ്ഞ് നടക്കാറല്ലാണ്ട് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ചങ്ങാതിയാ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ ഇയാള് ധനമന്ത്രി ആയിരിക്കുമ്പോ VD സതീശൻ ഇക്ഷ ഇമ്മ വരപ്പിച്ചത്. എന്താണെങ്കിലും ഈ പറയുന്ന ബഡ്ജറ്റ് വന്നതോടുകൂടി ഒരു വലിയ ആശ്വാസം ആയിരിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ മലപ്പുറത്തോടുണ്ടായ അവഗണന, ആ അവഗണനക്ക് ഒരറുതി വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോ ഇത് എല്ലാ മേഖലയിലും എല്ലാ ജില്ലക്കും എല്ലാ സംസ്ഥാനത്തെ ഒന്നടങ്കം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നതും മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രൊജക്ടുകളും. അപ്പോ അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ഈ പറയുന്ന വലിയ കാര്യം അതോടൊപ്പം തന്നെ മഹാനായ ഉമ്മൻചാണ്ടിയുടെ ദീർഘവീക്ഷണമായിരുന്നു കൊച്ചി മെട്രോ എങ്കില് കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ ഓടാൻ പോകുന്നത് സതീശന്റെ വിത്ത് പാകൽ കൊണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. അപ്പൊ എന്താണെങ്കിലും വലിയ രീതിയിൽ ഈ ബജറ്റില് ഈ പറയുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള ഈ നികുതി വർധനവോ അല്ലെങ്കിൽ ജനങ്ങളുടെ മേൽ നിന്ന് പിടിച്ചു വാങ്ങുന്ന ഏർപ്പാടുകളോ ഒന്നും ഇല്ലാതെ തന്നെ വളരെ കൃത്യമായി എല്ലാ മേഖലയും പരിഗണിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു ബജറ്റാണ് VD സതീശൻ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.